ടെസ്ല അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ്. പക്ഷെ ആ കമ്പനിയെ പോലും വിഴുങ്ങുന്ന രീതിയിലേക്ക് വളരുകയാണ് ചൈനീസ് കമ്പനികൾ. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികൾ. അമേരിക്കയ്ക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതിലൂടെ കൃത്യമാണല്ലോ. അതെ, ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ചൈനീസ് കാർ നിർമ്മാണ കമ്പനി ഷാവോമി SU7 എന്ന് പറയുന്ന ഒരു മോഡല് ഒരു 90 ദിവസത്തിനുള്ളിൽ 1,00,000 യൂണിറ്റുകൾ ഈ കാറുകളാണ് അവർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ടെസ്ലയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അവർ ചെറിയ കളിക്കാരനാണ്. പക്ഷേ ഈ രീതിയിൽ പോയാൽ അവർ വലിയ നേട്ടങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ എന്താ പറയണ്ടേ, വിശദമായ ചില പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ അമേരിക്കയിൽ നമുക്കറിയാം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി. ആപ്പിൾ പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറുണ്ട്, ആപ്പിളിൻ്റെ മൊബൈലുണ്ട്, ആപ്പിൾ സോഫ്റ്റ്വെയർ രംഗത്തുണ്ട്. ഇതൊക്കെ ആപ്പിളിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ അറിവുകളാണ്. ആപ്പിള് ഈ കാർ നിർമ്മാണ രംഗത്തേക്കും കടക്കുന്നു എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ നമുക്കറിയാം ഒരു സെർച്ച് എഞ്ചിനാണ്. ഇന്നത്തെ ഗൂഗിളിൻ്റെ CEO ആയിട്ടൊക്കെ ഇരിക്കുന്നത് ഒരു ഇന്ത്യക്കാരനാണ്, സുന്ദർ പിച്ചെ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഗൂഗിളും ആപ്പിളും ടെസ്ലയും കൂടെ ചേർന്ന ഒരു സംയോജിത രൂപമാണ് ഈ ചൈനയിലെ ഷാവോമി. ഈ ഷാവോമിക്ക് അവരുടെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പുതിയ SU7 എന്ന് പറയുന്ന ഇലക്ട്രിക് കാർ, ആ മോഡലിലെ ഇലക്ട്രിക് കാർ വലിയ വിജയമാണ് എന്ന് പറഞ്ഞാൽ ഈ ഇതുവരെ കാറുകൾ ആരൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടോ ആ കാറുകൾ, ഇലക്ട്രിക് കാറുകൾ, അതിൻ്റെ എല്ലാം പിഴവുകൾ പഠിച്ച് മനസ്സിലാക്കി അതൊക്കെ തിരുത്തി ആണ് ഈ ഷാവോമി കാർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ മാർക്കറ്റ്, ഏതാണ്ട് $35,000 വില പറയുന്നത്. പക്ഷെ വലിയ മാർക്കറ്റ് അതിന് ലഭിച്ചു. അതോടുകൂടി അതിൻ്റെ ഓഹരി മൂല്യം കുതിച്ചു കയറും ഈ ഷാവോമിയുടെ. അത് വെറും 3 വർഷത്തിനുള്ളിൽ വളരെ സങ്കീർണമായൊരു വിതരണ ശൃംഖല അവർക്ക് ചൈനയിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. കാരണം നമ്മൾ എവിടേക്കൊക്കെയാണോ ഇത് കയറ്റുമതി ചെയ്യുന്നത്, അവർ നാളെ പറയുകയാണ് ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യക്കാരുണ്ടാകും. പക്ഷെ ആ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ അവിടുത്തെ ഭരണ സംവിധാനം അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി. ചൈന ചെയ്തിരിക്കുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ ആദ്യം ഒരു മാർക്കറ്റ് ഉണ്ടാക്കി ഷാവോമിക്ക്. ആ മാർക്കറ്റ് വലിയ കൃത്യമായ വിതരണ ശൃംഖല, പുറമേക്ക് സങ്കീർണമെന്ന് തോന്നുമെങ്കിലും വളരെ കൃത്യമായ ഒരു വിതരണ ശൃംഖല അതിനുണ്ടാക്കി. അങ്ങനെ അവരുടെ രാജ്യത്ത് തന്നെ കൃത്യമായിട്ട് ഈ ഇലക്ട്രിക് കാർ SU7 എന്ന് പറയുന്ന ഷാവോമിയുടെ കാറ് നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം അവരുണ്ടാക്കി. അതിനുശേഷമാണ് അവർ മറ്റ് തലങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ലാഭവും വളർച്ചയും വളരെ കൃത്യമായി പഠനവിധേയമാക്കേണ്ടതുണ്ട്. അത് വളരെ സുസ്ഥിരമായ ഒരു വളർച്ച കാണിക്കുന്ന ഒരു കമ്പനിയാണ്. അത് നമുക്കറിയാം ഒരു കാര്യം, ഈ EV ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാര്യത്തിൽ വിജയം നേടുക അത്ര എളുപ്പമല്ല. ഈ ആദ്യം വന്ന ഇലക്ട്രിക് വെഹിക്കിളൊക്കെ നമുക്കറിയാം വലിയ പ്രശ്നങ്ങളായിരുന്നു. മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഇല്ല, വണ്ടിക്ക് സാങ്കേതികമായ പ്രശ്നങ്ങൾ, പുള്ളിങ് കുറവ്, മാത്രമല്ല ഇതിൻ്റെ ചാർജിങ് സംവിധാനം അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഒരുപാട് സമയം ചാർജ് ചെയ്യാൻ എടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ സാങ്കേതിക വിദ്യ പുരോഗമിച്ചതോടുകൂടി അതിലൊക്കെ മാറ്റം വന്നു. അതൊക്കെ പതുക്കെ മറികടന്ന് അതിനെയൊക്കെ ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ തരത്തിൽ അവിടെ ഒരു വലിയ കുതിച്ചുചാട്ടം ഈ ടെക്നോളജിയുടെ കാര്യത്തിൽ, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ മാത്രമല്ല, പെർഫെക്ഷൻ്റെ കാര്യത്തിലും ഷാവോമി ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആപ്പിളിനെയും ഷാവോമിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഷാവോമി വളരെ മുന്നിലാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ഷാവോമി ഏതാണ്ട് 1,00,000 യൂണിറ്റുകൾ പുറത്തിറക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പുറത്തിറക്കി അവർ തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. ആ കരുത്ത് തെളിയിച്ചതോടുകൂടി മറ്റ് ചൈനീസ് ബ്രാൻഡുകളെല്ലാം അവിടെ അപ്രസക്തമായിപ്പോയി. അങ്ങനൊരു കാര്യം ചൈനയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ മറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ, ഈ കാറുകൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ചൈനയിൽ, അതൊക്കെ അപ്രസക്തമായി പോയി.
അതിനെല്ലാം വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഷാവോമി പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം ഷാവോമിക്ക് അവകാശപ്പെടാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഈ ടെസ്ലയുടെ യൂണിറ്റ് ഇന്ത്യയിൽ തുടങ്ങാൻ നടപടികളൊക്കെ ആയി, അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഗുജറാത്തിൽ വരികയാണത്. അതിൻ്റെ പ്രാരംഭ ഇതൊക്കെ നമ്മൾ കണ്ടു. മോദിയും ഇലോൺ മസ്കുമായിട്ട് നടത്തിയ ചർച്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആകാശ ദൃശ്യം പുറത്തു വന്നു. അതായത് മാരുതിയുടെ ഗുജറാത്തിലെ പ്ലാന്റിൽ നിന്ന് പുറത്ത്, അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി വന്നിരിക്കുന്ന കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രദേശത്ത്, അവരുടെ അധീനതയിലുള്ള ഒരു പ്രദേശത്ത് നിരത്തിയിട്ടിരിക്കുന്ന ഏതാണ്ട് 7.5 ലക്ഷം കാറുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാരുതി സുസുക്കി ഇന്ത്യയിൽ വലിയ നേട്ടം കൈവരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ എന്നിട്ടും 7.5 ലക്ഷം കാറുകളാണ്, അതും ഇലക്ട്രിക് വാഹനങ്ങൾ. ഇത്തരം പ്രതിസന്ധികളും പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം കമ്പനികൾ ഉയർന്നു വരുന്നതും സ്വന്തം രാജ്യത്തെ കമ്പനികൾ പിന്നോട്ട് പോകുന്നത് കണ്ട പ്രശ്നമാണോ ട്രംപ് ഈ ലോകത്തുടനീളം തീരുവയായും ഈ വെല്ലുവിളികളായും പുറപ്പെടുകയും? അതുമൊക്കെ ഒരു പരിധിവരെ കാരണമാണ്. അത് ട്രംപിന് വെകളി പിടിച്ചു എന്നുള്ളത് സത്യമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 2024 നമ്മൾ ലോകം മുഴുവനുള്ള ഇലക്ട്രിക് വെഹിക്കിളുകളുടെ വിൽപ്പന എടുത്താൽ 64% ചൈനയിൽ നിന്നാണ്. നോക്കൂ, ബാക്കി 36% ഈ മറ്റ് രാജ്യങ്ങൾ. അപ്പോൾ ഈ ചൈനയിൽ ഷാവോമി മാത്രമല്ല, വേറെയും യൂണിറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ 64% ഇലക്ട്രിക് വെഹിക്കിളുകൾ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിൽ ചൈന വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വരുന്ന 15-20 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു 5 കാർ നിർമ്മാതാക്കളെ എടുത്താൽ അതിലൊരാൾ ഷാവോമി ആയിരിക്കും. ഇപ്പോഴും നമ്മൾ പറയുന്നത് മെഴ്സിഡസ് ബെൻസ്, ഈ പറഞ്ഞ പോലെ ടെസ്ല, BMW, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പല കമ്പനികളും. അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഈ ചൈനയുടെ ഷാവോമി ആദ്യ 5 പേരുകളിൽ 1 സ്ഥാനം പിടിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ. ഇതിൽ ഈ ഉയർന്ന താരിഫുകൾ, ഇപ്പം ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിൽ പിന്നെ പരിപൂർണമായിട്ടും US വിപണിയിലേക്ക് വരുന്നതിൽ നിന്ന് ഷാവോമിയെ തടയാൻ 100% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ താരിഫ് വന്നാൽ ആ കമ്പനികൾക്ക് ഇപ്പോൾ മെച്ചമാണ്. അതിന് എന്ത് പ്രതിഭാസമാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ടെസ്ലയുടെ വിൽപ്പന കുറയുകയും ഷാവോമിയുടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ടെസ്ല തന്നെയാണ് മുന്നിൽ. പക്ഷേ ഈ ടെസ്ല പതുക്കെ താഴോട്ട് വരികയും ഷാവോമി പതുക്കെ മുകളിലോട്ട് കയറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, വിദഗ്ധർ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം പറയുന്നതാണ്. ഈ വിലയുടെ അന്തരം ഇപ്പോൾ ടെസ്ലയും ഷാവോമിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം വിലയിലൊക്കെ അന്തരം കാണും. ആ വിലയിലെ അന്തരം ഒക്കെ നിൽക്കുമ്പോഴും ടെസ്ലയെ കവച്ചു വെക്കുന്ന പ്രകടനം ഈ ഷാവോമി കാണിക്കുകയാണ്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഷാവോമി കുറെ കൂടെ മുന്നിലാണ്. അത് പറഞ്ഞല്ലോ, ആപ്പിളും ഗൂഗിളും ടെസ്ലയും കൂടെ യോജിച്ച ഒരു സംയോജിത രൂപമാണ് ഷാവോമി എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട, ഷാവോമി ഒരു പടി മുന്നിലാണ്. അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇപ്പോഴത്തെ പോക്ക് പോവുകയാണെങ്കിൽ ഷാവോമി ആദ്യ 5 കമ്പനികളിൽ ഒന്നായി മാറും, കാർ നിർമ്മാണ കമ്പനികളിൽ ഒന്നായി മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്.